ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LDCക്ക് വേണ്ടിയിട്ട് മാതൃകാ ചോദ്യങ്ങളുടെ ഒരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ LGSന് വേണ്ടിയിട്ടും അതുപോലൊരു മാതൃകാ ചോദ്യങ്ങളുടെ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തേത് ആദ്യത്തെ വീഡിയോയാണ്. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. LGSന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, കീഴരിയൂർ ബോംബ് കേസ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം? ഓപ്ഷൻ ഡി, മലയാളി മെമ്മോറിയൽ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഓപ്ഷൻ ബി, 1931. അടുത്ത ചോദ്യം, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ ബി, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ ബി, അയ്യങ്കാളി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള പത്രം ഏതാണ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള പത്രം? ഉത്തരം ഓപ്ഷൻ ഡി, മലയാള മനോരമ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക തണ്ണീർത്തട ദിനം. ഓപ്ഷൻ ബി, ഫെബ്രുവരി 2. അടുത്ത ചോദ്യം, ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച സമഗ്ര ആയുർവേദ സ്വാന്തന പരിചരണ പദ്ധതി? ഓപ്ഷൻ സി, സ്നേഹധാര. താഴെ കൊടുത്തവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി, വില്ലൻ ചുമ. താഴെ കൊടുത്തവരിൽ 2024 ഭാരതരത്നം പുരസ്കാര ജേതാക്കളിൽ പെടാത്തത്? 2024 ഭാരതരത്ന പുരസ്കാര ജേതാക്കളിൽ പെടാത്ത വ്യക്തി? ഓപ്ഷൻ സി, ദേവിലാൽ. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടായ ബാർഡിനെ ഏത് പേരിലാണ് റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത്? ബാർഡിനെ ഏത് പേരിലേക്കാണ് റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി, ജെമിനി. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ്? ഓപ്ഷൻ എ, എഡ്വേർഡ് ടെല്ലർ. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, പ്രവേഗം. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി? ഓപ്ഷൻ ബി, മാലിയസ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ആവർത്തന പട്ടികയിലെ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ പെടാത്തത് ഏതാണ്? 1ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ എ, ലിഥിയം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി?
ഓപ്ഷൻ ഡി സാർട്ടോറിയസ്. ചലിക്കുന്ന ശില്പം എന്ന് വിശേഷണമുള്ള നൃത്തം. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തം. ഓപ്ഷൻ സി ഒഡീസി. താഴെ കൊടുത്തവയിൽ നേരിട്ട് അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ നേരിട്ട് അറബിക്കടലിൽ പതിക്കാത്ത നദി. ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ. കേരളവുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി തെറ്റായ പ്രസ്താവനയാണ്. വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിലെ ജനവാസ ദ്വീപുകളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഓപ്ഷൻ ബി ബിത്ര. ഇവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? ഓപ്ഷൻ ഡി വൈദ്യുതി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള ജീവകം. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ഓപ്ഷൻ സി ജീവകം ഡി. തെറ്റായ ജോഡി ഏതാണ്? താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. ആയുസിൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് CV ബാലകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ഓപ്ഷൻ സി ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ആദിത്യ L1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഓപ്ഷൻ സി ശ്രീഹരിക്കോട്ട. ഏതു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാണ് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഇസ്രായേൽ. 2024 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ച തമിഴ് താരം. ഓപ്ഷൻ ബി വിജയ്കാന്ത്. സിഗരറ്റ് ലൈറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. ഓപ്ഷൻ ഡി ബ്യൂട്ടെയിൻ. തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. ആയില്യം തിരുനാളിൻ്റെ കാലത്തല്ല, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഭാരത് മാത എന്ന വിഖ്യാത പെയിന്റിംഗ് ഏത് ചിത്രകാരൻ്റേതാണ്? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാട്ട. ഓപ്ഷൻ ബി മൗലിക അവകാശങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി. ഓപ്ഷൻ സി VP മേനോൻ. 2024 ലോറസ് പുരസ്കാരം ലഭിച്ച പുരുഷ കായിക താരം. ഓപ്ഷൻ എ നൊവാക് ജോക്കോവിച്ച്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലപാതയായ NW1 ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി ഗംഗ. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ സി ബ്രിട്ടൻ. ഇവയിൽ ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? ഓപ്ഷൻ സി ഗോ ലൈവ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്?
ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഓപ്ഷൻ സി ഹൈദരാബാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, 19നെ 2 അഭാജ്യ സംഖ്യകളുടെ തുകയായി എഴുതുക. 19നെ 2 അഭാജ്യ സംഖ്യകളുടെ തുകയായി എഴുതുക. ഓപ്ഷൻ ബി 17 + 2. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 12 മടങ്ങും അതിൻ്റെ 5 മടങ്ങും തമ്മിലുള്ള വ്യത്യാസം 49 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 7. ഒരു കച്ചവടക്കാരൻ 50% വില കൂട്ടി നിശ്ചയിച്ച ശേഷം 30% ഡിസ്കൗണ്ട് അനുവദിക്കുന്നു. അയാൾക്ക് കിട്ടുന്ന ലാഭശതമാനം എത്ര? ഓപ്ഷൻ എ 5%. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ 10 മിനിറ്റ് കൊണ്ട് പിന്നിടുന്ന ദൂരമെന്ത്? ഉത്തരം ഓപ്ഷൻ എ 1 കിലോമീറ്റർ. ഒരു സമചതുരത്തിന്റെ വികർണം 3 മടങ്ങായാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങാകും? ഓപ്ഷൻ സി 9. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓപ്ഷൻ ബി 457. 7 × 6 × 3 = 27. 4 × 6 × 3 = 18. 5 × 4 × 7 = 39 ആയാൽ 8 × 3 × 6 ഏത്? ഓപ്ഷൻ എ 51. ഒരു സംഖ്യയുടെ 7 മടങ്ങിൽ നിന്ന് 5 കുറയ്ക്കുന്നത് അതിൻ്റെ 3 മടങ്ങിനോട് 7 കൂട്ടുന്നതിന് തുല്യമാണ്. സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 3. മെയ് 1 ബുധനാഴ്ചയാണെങ്കിൽ ആ മാസത്തിൽ എത്ര ചൊവ്വാഴ്ചകൾ ഉണ്ടാകും? ഓപ്ഷൻ ബി 4. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ കോപ്പി എന്നത് DUTH ആയി കോഡ് ചെയ്തിരിക്കുന്നു. ആ കോഡ് ഭാഷയിൽ എക്സിറ്റ് എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ഓപ്ഷൻ ബി YNCJ. ഈ വീഡിയോ ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.